ഷുഗർ വരുന്നത് മധുരത്തിലൂടെയല്ല, മധുരമുള്ള വസ്തുവിലൂടെ അല്ല ഒരാൾ ഷുഗർ പേഷ്യൻ്റായി തീരുന്നത് എന്നൊരു തിരിച്ചറിവ് നമുക്കെല്ലാവർക്കും വേണം എന്ന് പ്രത്യേകം ഉണർത്താനാണ് ഞാൻ ഈ ചോദ്യത്തിൻ്റെ മറുപടി വോയിസ് ആക്കി അയക്കുന്നത്. ഷുഗർ വരുന്നത് പല കാരണങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. അപ്പോൾ കോമൺലി നമ്മൾ ഒറ്റവാക്ക് പറഞ്ഞാൽ പാൻക്രിയാസ് എന്ന അവയവം, അതിൻ്റെ ഇൻസുലിൻ ഉൽപ്പാദനം എന്ന് പറയുന്ന അതിൻ്റെ ഫങ്ഷൻ അത് ഡിസോൾഡർ ആവുക, അത് തെറ്റുക, ശരിയായ രൂപത്തിൽ അതിന് ശാരീരിക പ്രവർത്തനങ്ങളിൽ സഹായിയായി നിലനിൽക്കാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടാവുക, അതാണ് ഷുഗർ എന്ന് പറയുന്ന അവസ്ഥ. അത് ഭക്ഷണം അമിതമായി കഴിക്കൽ കൊണ്ടും പകൽ ഉറക്കം ധാരാളമായി ചെയ്യുന്നത് കൊണ്ടും പിന്നെ ചില ഡോസ് കൂടിയ മരുന്ന് കഴിക്കൽ കൊണ്ടും പിന്നെ അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. എപ്പോഴും ചടഞ്ഞുകൂടിയിരിക്കുന്ന ശാരീരിക അവസ്ഥ കൊണ്ടും പിന്നെ മാനസിക അസ്വസ്ഥതകൾ കൊണ്ടും ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ ഈ വിഷയത്തിലുണ്ട്. ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങളിൽ ഉണ്ടായാൽ നിങ്ങൾക്ക് ഷുഗർ വരും. നിങ്ങൾ ഈത്തപ്പഴം കഴിച്ചോ ഇല്ല എന്നുള്ളതൊന്നും വിഷയമല്ല. അപ്പോൾ ഈത്തപ്പഴം കഴിച്ചിട്ടല്ല കേരളത്തിലെ ആളുകൾക്ക് ഷുഗർ വന്നത്. കാരണം മുമ്പ് ഈത്തപ്പഴം വരുന്നതിന് മുമ്പ് കേരളത്തിൽ ഷുഗറുണ്ട്. ഈത്തപ്പഴം തൊടാത്തവർക്ക്, എത്രയോ ഈത്തപ്പഴം തീരെ ഉപയോഗിക്കാത്തവർക്ക് ഷുഗറുണ്ട്. അപ്പോൾ ഷുഗർ എന്നുള്ളത് മധുരം കഴിച്ചിട്ടുണ്ടാകുന്ന രോഗമല്ല, വയറ് നിറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, വിശപ്പില്ലാതെ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ, ശ്രദ്ധയില്ലാതെ ജീവിക്കുന്നതിൻ്റെ രോഗമാണ് ഷുഗർ എന്നത് പ്രത്യേകം മനസ്സിലാക്കണം. വളരെ ഒരു പ്രധാനപ്പെട്ട മറുപടി ഈ വിഷയത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ജീവിതശൈലി രോഗം, എല്ലാ രോഗമുള്ളവരും ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളെ പിടികൂടിയിരിക്കുന്നത് ജീവിതശൈലി രോഗമാണോ എന്നതാണ്. ജീവിതശൈലി രോഗമാണോ? കാരണം ജീവിതത്തിൽ ശരീരത്തിന് പറ്റാത്ത ശൈലി സ്വീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ പ്രതികരണം നമുക്ക് സുഖമില്ലാത്ത രൂപത്തിലാവും. അപ്പോൾ നമുക്ക് സുഖമില്ലാത്ത, നമുക്ക് സന്തോഷം തരാത്ത പ്രതികരണം ശരീരത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുമ്പോൾ അതിനെ നമ്മൾ രോഗമെന്ന് വിളിക്കുകയും അസ്വസ്ഥത പ്രകടിപ്പിക്കുകയും ഡോക്ടേഴ്സിനെ കാണുകയും മെഡിസിൻ എടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ ശരീരത്തോട് നീതിപൂർവകമാണോ പെരുമാറിയത് എന്ന് ഗ്രൂപ്പിലെ മുഴുവൻ സഹോദരങ്ങളും, രോഗമുള്ള മുഴുവൻ സഹോദരങ്ങളും ചിന്തിക്കാൻ തുടങ്ങിയാൽ രോഗത്തിൻ്റെ കുറവ് ഗണ്യമായി സംഭവിക്കും. അപ്പോൾ ജീവിതശൈലി രോഗം എന്ന് വെച്ചാൽ ശരീരത്തിന് പറ്റാത്ത ജീവിതം ഒരാൾ സ്ഥിരമായി നിർവഹിക്കുമ്പോൾ, അതായത് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു കൃത്യസമയമില്ല, ഉറങ്ങണതിന് കൃത്യസമയമില്ല, ഭക്ഷണം പറ്റണതാണോ പറ്റാത്തതാണോ എന്ന നോട്ടമില്ല, അങ്ങനെ ഉണ്ടല്ലോ. ശരീരത്തിന് ഗുണമുള്ളതാണോ ഞാൻ കഴിക്കുന്നത്, അല്ലെങ്കിൽ നാവിന് രുചിയുള്ളതാണോ ഞാൻ കഴിക്കുന്നത്? ഈ രണ്ട് പ്രസക്തമായ ചോദ്യമുണ്ട്. നാവിന് രുചിയുള്ളതിനെ മാത്രം പരിഗണിച്ച് ഭക്ഷണം കഴിക്കുന്നവരിലാണ് പ്രത്യേകിച്ചും ജീവിതശൈലി രോഗം വരുന്നത്. എങ്ങനെ? നാവിൽ രുചി ഉണ്ടാവണം, ശരീരത്തിന് ഗുണം കിട്ടുമോ ഇല്ല എന്നുള്ളത് മാറ്ററല്ല. ശരീരത്തിന് മാരകമായ രോഗം വന്നാലും നമുക്ക് വിഷയമൊന്നല്ല, അങ്ങനെ ഉണ്ടല്ലോ. മൊജിറ്റോ കുടിക്കുമ്പോഴും, ഇനി അതല്ലെങ്കിൽ പലതരം ഫ്രൂട്ട്സുകൾ ഒന്നിച്ച് ജ്യൂസാക്കിയ ജ്യൂസ് കുടിക്കുമ്പോഴും, പിന്നെ നേരവും കാലവും നോക്കാതെ ഭക്ഷണം കഴിക്കുമ്പോഴും, പിന്നെ രുചി കിട്ടാൻ വേണ്ടി മാർക്കറ്റിൽ വരുന്ന പലതരം സോസുകളും ക്രീമുകളും പലതും ഉണ്ട് നമ്മളെ വീടുകളിൽ. ഇന്നിപ്പം മിക്ക അടുക്കളകളും സൂപ്പർ മാർക്കറ്റിൽ കാണുന്ന എല്ലാ പ്രൊഡക്റ്റും എത്തിയിട്ടുണ്ട്. അതിലെന്തൊക്കെ പേരുള്ള വസ്തുക്കളാണെന്നറിയോ? കറിക്ക് കട്ടി കൂടാൻ, കറിക്ക് ടേസ്റ്റ് കൂടാൻ, കറിക്ക് വെറൈറ്റി ഉണ്ടാക്കാനൊക്കെ നമ്മുടെ സഹോദരിമാർ സൂപ്പർ മാർക്കറ്റുകളിൽ യൂട്യൂബിലെ ചില വ്ളോഗർമാരുടെ സ്വാധീനത്താൽ വാങ്ങി വെക്കുന്ന വസ്തുക്കൾ വേവിച്ചും വേവിക്കാതെയും കുഞ്ഞു മക്കൾക്കടക്കം വിളമ്പുമ്പോൾ വരാൻ പോകുന്ന കിഡ്നി രോഗവും കരൾ രോഗവും പാൻക്രിയാസ് രോഗവും നമുക്കെന്തില്ല, വിഷയമല്ല. നമ്മൾ മാറി ചിന്തിക്കണം. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, അറിവും പ്രാപ്തിയുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. മനസ്സിലായില്ലേ? നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ആശുപത്രി എന്ന് പറഞ്ഞാൽ അലോപ്പതി ആശുപത്രി മാത്രമാണ് ആശുപത്രി എന്നും, ഡോക്ടർ എന്ന് പറഞ്ഞാൽ MBBSകാരൻ മാത്രമാണ് ഡോക്ടറുകൾ എന്നും ആ ധാരണയൊക്കെ നമ്മളൊന്ന് ഒഴിവാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ അനുഭവത്തിൽ ആർക്കെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ ഈ സംവിധാനങ്ങൾ? ഒരാളെ പേര് പറയാൻ പറ്റുമോ? ഒരു കരൾ രോഗം മാറിയിട്ടോ, അല്ലെങ്കിൽ കിഡ്നി രോഗം മാറിയിട്ടോ, അല്ലെങ്കിൽ പ്രമേഹം മാറിയിട്ടോ, ക്യാൻസർ മാറിയിട്ടോ, അല്ലെങ്കിൽ ശ്വാസം മുട്ട് മാറിയിട്ടോ, അല്ലെങ്കിൽ തേയ്മാനത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചു, ഏതെങ്കിലും ഒരാൾക്ക് ഒരു പ്രധാന വിഷയത്തിൽ
എന്തെങ്കിലും ഒരു ഗുണം കിട്ടിയതായിട്ട് നമുക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്നിട്ട് നമ്മളെ മൈൻഡിലേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് വരുമ്പോൾ ആദ്യം വരുന്നത് ഏത് ചിത്രങ്ങളാണ്? നമ്മുടെയൊക്കെ ഒരു ഗതികേടിൻ്റെ അറിവില്ലായ്മയുടെ ഒരു അവസ്ഥയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത്. ഒരു പനി വന്നാൽ എങ്ങനെ എന്താ പറയുക ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നതുപോലും ഒരു വ്യക്തതയില്ലാത്ത ഒരു സംവിധാനത്തിൻ്റെ പിറകിൽ കൂടിയ നമ്മളെ ചീത്ത പറയേണ്ടത് അവരെയല്ല. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ വിശദമായി പറഞ്ഞത് ചോദ്യം പ്രസക്തമാണ്. ഷുഗർ 300 കുറയാൻ എന്താ ചെയ്യേണ്ടത്? മെഡിസിൻ ഉണ്ട് എന്ന് ഇവർ പറയുന്ന, ഈ ചോദ്യകർത്താവ് പറയുന്നത് മെഡിസിൻ എന്ന് കരുതി അവർ കഴിക്കുന്ന ശരീരത്തെ ഉപദ്രവിക്കുന്ന എന്തോ വസ്തുവിനെ കുറിച്ചാണ്. അവരതിന് മെഡിസിൻ എന്നാ പേര് വെച്ചേക്കുന്നത്. അപ്പം മെഡിസിൻ എന്ന് കരുതിയിട്ട് അവനവൻ്റെ ശരീരത്തെ അപകടത്തിലാക്കുന്ന എന്തോ വസ്തുവിനെയാണ് അവർ മെഡിസിൻ ഉണ്ട് എന്ന് പറഞ്ഞത്. മെഡിസിൻ ഇല്ല, മെഡിസിൻ നിങ്ങളുടെ കയ്യിലില്ല. മെഡിസിൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രോഗം മാറണ്ടേ? അപ്പോൾ മെഡിസിൻ നിങ്ങളുടെ കയ്യിലില്ല. മെഡിസിൻ എന്ന് പറയുന്ന എന്തോ സാധനം നിങ്ങളുടെ അടുത്തുണ്ട്. ഇനി ആ പേര് നിങ്ങളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. നിങ്ങളുടെ അടുത്ത് ഉണ്ട് എന്ന് പറഞ്ഞ മെഡിസിൻ്റെ പേരൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്യും. അത് നിങ്ങളുടെ ശരീരത്തിന് എന്തെല്ലാം ദോഷം ചെയ്യുന്ന അതിൽ കറക്റ്റ് എഴുതി വെച്ചിട്ടുണ്ടാവും. അതിനാണോ നിങ്ങൾ മെഡിസിൻ ഉണ്ട് എന്ന് പറയുന്നത്? അപ്പോൾ നമ്മളൊക്കെ പഠിച്ച വിദ്യാഭ്യാസം, നമ്മൾ ഈ ടെക്നോളജിയുടെ വളർച്ച, കാര്യങ്ങളെല്ലാം വിരൽത്തുമ്പിൽ ഒന്ന് ബട്ടണമർത്തിയാൽ നമ്മുടെ മുമ്പിലേക്ക് സ്ക്രീനിൽ തെളിഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിലും നമ്മൾ എന്തിനാണ് അന്ധമായി ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ മാത്രം പിറകിൽ പോകുന്നത്? അത് അവസാനിപ്പിക്കൂ. എന്നിട്ട് അവനവൻ്റെ ജീവിതവും അവനവൻ്റെ ശരീരവും അവനവൻ്റെ പൈസയും ആരുടെയെങ്കിലും മുമ്പിൽ പാഴാക്കുന്നതിൽ നിന്ന് മാറി നിൽക്കൂ. പലതിനെക്കുറിച്ചും വ്യക്തതയില്ലാത്ത ഒരു സിസ്റ്റത്തെ, ഒരു സംവിധാനത്തെ ഇനിയും കൂടെ നിർത്തുന്നതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ നോക്ക്. നമുക്ക് ഗുണം ചെയ്യും. ഒരു തലമുറ രക്ഷപ്പെടുന്നല്ല, വരും തലമുറ കൂടി രക്ഷപ്പെടും കേട്ടോ. അപ്പോൾ പ്രമേഹ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കൃത്യമായ പോംവഴികൾ ഉണ്ട്, ഒരു സംശയവും വേണ്ട. ആദ്യം ജീവിതം ക്രമീകരിക്കാൻ, അതായത് നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന ഒരു നിങ്ങളുടെ ശരീരത്തിന് സന്തോഷം നൽകുന്ന, നിങ്ങൾക്ക് സന്തോഷം നൽകുന്ന ഒരു ജീവിത രീതി, അങ്ങനെ തന്നെ പറയാം. നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുന്ന, നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആവുന്ന ഒരു ജീവിത രീതിയുണ്ട്. അതെന്താണ്? പുലർച്ചെ നേരത്തെ എഴുന്നേൽക്കുക, എന്തെങ്കിലും പഴഭക്ഷണം കഴിക്കുക, പിന്നെ എന്തെങ്കിലും പാനീയം കുടിക്കുക, പിന്നെ എന്തെങ്കിലും പഠിക്കാൻ പറ്റുന്ന പുസ്തകങ്ങളുണ്ടെങ്കിൽ പുസ്തകങ്ങളെ ആശ്രയിക്കരുത്. ആരെങ്കിലും ഒരാളിൽ നിന്ന് എന്തെങ്കിലും അറിവ് പഠിക്കാൻ പറ്റുമെങ്കിൽ അറിവിൽ തുടങ്ങുക ഓരോ പ്രഭാതങ്ങളും. പിന്നെ ജോലിയുള്ളവരാണെങ്കിൽ ജോലിയിൽ പ്രവേശിക്കുക, മുഷിപ്പ് പ്രകടിപ്പിക്കുന്നത് ഒഴിവാക്കുക, എല്ലാ സന്തോഷകരമായ കാര്യങ്ങളെയും എപ്പോഴും ഓർമ്മിക്കുക, എല്ലാ പോസിറ്റീവായ കാര്യങ്ങളും എല്ലാ ദിവസവും നമ്മൾ ഓർമ്മിക്കുക, കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് ശുക്ർ ചെയ്യുക, നന്ദി പറയുക അള്ളാഹുവിനോട്. പ്രത്യേകിച്ച് പ്രഭാതത്തിൽ എഴുന്നേറ്റാൽ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനി ബഅദ മാ അമാതനി വഇലൈഹി നുശൂർ എന്ന പ്രാർത്ഥന ഒരു പരിധിവരെ നിങ്ങളുടെ ശരീരത്തിന് ഏറ്റവും വലിയ പ്രൊട്ടക്ഷൻ ആയിരിക്കും. ആ പ്രാർത്ഥന നിർവഹിക്കുക, അത് നിലനിർത്തുക. പിന്നെ തൊഴിൽ ചെയ്യുക. പറ്റാവുന്നതും പിന്നെ വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തൊഴിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കുക. വൈകുന്നേരങ്ങളിൽ സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക. നമുക്ക് സന്തോഷം കിട്ടുന്ന, മനസ്സിന് റാഹത്ത് കിട്ടുന്ന കാര്യങ്ങളിൽ ഇടപഴകുക വൈകുന്നേരങ്ങളിൽ. പകൽ ഉറങ്ങാതിരിക്കുക. പകൽ ഉറങ്ങാനുള്ള സമയമല്ല. തഹജ്ജുദിന് വേണ്ടി എഴുന്നേറ്റ ആളാണെങ്കിൽ ളുഹർ ബാങ്കിന് മുമ്പ് ഉറങ്ങുക. ളുഹർ ബാങ്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഉച്ചഭക്ഷണം കഴിച്ചാൽ ഉറങ്ങുന്ന ശീലം ഒഴിവാക്കുക. പ്രത്യേകിച്ച് പ്രമേഹ രോഗികൾ പകൽ ഉറങ്ങുന്നത് വലിയ അപകടമാണ്. ഇന്ന് ആരും പറയത്തില്ല. കാരണം നിങ്ങൾ അപകടത്തിലാവുക എന്നുള്ളതാണ് പലർക്കും താല്പര്യം. എന്നിട്ട് എപ്പോഴും ഹോസ്പിറ്റൽ വരാന്ത കയറി ഇറങ്ങി അങ്ങനെ നിരാശ പിടിച്ച് മുഖം ചുളിഞ്ഞ് ജീവിതത്തിൻ്റെ അവസാന നിമിഷം വരെയും ഗുളികയും മരുന്നും കുത്തിവെപ്പും ഇങ്ങനെ പോകുന്ന അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മളെന്ത് ചെയ്യുക? വൈകുന്നേരങ്ങളിൽ മനസ്സിന് സന്തോഷം കിട്ടുന്ന കാര്യങ്ങളിൽ വ്യാപൃതരാവുക. പ്രത്യേകിച്ചും വൈകുന്നേരം അവസാനിക്കാൻ പോകുന്നൊരു സമയമുണ്ട്, അതായത് മഗ്‌രിബിൻ്റെ തൊട്ടടുത്ത സമയം. ആ സമയത്ത് വിശ്വാസികളാണെങ്കിൽ അസ്തഗ്ഫിറുല്ലാഹ് വർദ്ധിപ്പിക്കുക, ഹംദ് വർദ്ധിപ്പിക്കുക. പഴയ കാലത്തൊക്കെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്, വളരെ വലിയ വലിയ അത്ഭുതങ്ങൾ വലിയ രഹസ്യങ്ങളുള്ള ഒരു പ്രാർത്ഥനാ വചനമാണത്. ഒരു 10 മിനിറ്റോ കാമണിക്കൂറോ അതിന് മാറ്റി വെക്കുക.